ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇന്നത്തെ പ്രൊമോ റിവ്യൂ ആണ് പറയാൻ പോണത്. അങ്ങനെ ആദിൽ അന്വേഷിച്ച് ആദിലുള്ള സ്ഥലത്തേക്ക് പോകാട്ടോ. അപ്പൊ ആദിൽ ഇങ്ങനെ ചോദിക്കേണ്ട, എന്താടാ നീ പറഞ്ഞ 10 ലക്ഷം രൂപ കൊണ്ടുവന്നില്ലേ? കൈ വീശിയാണല്ലോ നിന്റെ വരവ് എന്ന് പറയുമ്പോ, എടാ എന്റെ മോൾ എവിടെടാ? മോളോ? ഏത് മോള്? എന്റെ മോള് എവിടെയെന്നാ എന്നോട് ചോദിച്ചത്. നിന്റെ മോൾ എവിടെയെന്ന് എനിക്കെങ്ങനെ അറിയാം? നിന്റെ വീട്ടിൽ കാണുമായിരിക്കും. ദേ വെറുതെ സംസാരിച്ച് സമയം കളയല്ലേ, വെറുതെ വിഷയം മാറ്റില്ലേ. നീ പറഞ്ഞ 10 ലക്ഷം രൂപ എനിക്ക് തന്നേ. എടാ നിനക്ക് 10 ലക്ഷം രൂപ തരണോ അല്ലേ? നിനക്ക് ഇന്ന് തന്നെ 10 ലക്ഷം രൂപ തരാനും പിന്നെ ആ സ്വർണം കൂടി എടുക്കാൻ വേണ്ടിട്ടല്ലേടാ നീ ഇപ്പോ എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി ഇത്ര ചീപ്പ് ഡ്രാമ കളിക്കണത്. എടാ നിന്റെ മോളെ ഞാൻ തട്ടിക്കൊണ്ടുപോയെന്നോ? എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. നിന്റെ മോളെ തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് നേരത്തെ ആകായിരുന്നു. പിന്നെ എന്തിനാടാ ഞാൻ ഫോൺ വിളിച്ചപ്പോ എന്റെ ജീവിതത്തിൽ തകർക്കുന്ന ഒന്ന് നിന്റെ വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞത്? എന്ത് കുന്തമാണ് നിന്റെ വണ്ടിയിലുള്ളത് എന്ന് പറയുമ്പോഴേക്കും, അതെ ഞാൻ പറഞ്ഞിരുന്നു നിന്റെ ഭാര്യനെ തകർക്കുന്ന ഒന്ന് വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞു, എന്നാ കാണിച്ചു താടാ എന്താ വണ്ടിയിലുള്ളത് എന്ന് പറഞ്ഞിട്ട്, വേണ്ട നീ വണ്ടിയുടെ അടുത്തേക്ക് പോകരുത്, പോകും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആണ് ഭയങ്കര സ്റ്റണ്ട് ആവാട്ടോ. ശേഷൻ രഘു അതിന്റെ കഴുത്തിന് പിടിക്കാണ്, കാണിക്കടാ വണ്ടി എടുക്കടാ. വണ്ടി എടുക്കുന്ന പറയുമ്പോ അതിലൊന്നും തന്നെയില്ല കേട്ടോ. നീ എന്താടാ ആളെ പൊട്ടനാക്കുവാണ്? എന്റെ മോളെ നീ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ നിന്റെ മോളെ ഞാൻ ഒന്നും എവിടെയും കൊണ്ടുപോയിട്ടില്ല. അതിന് ഞാൻ നിന്റെ വീട്ടിലേക്ക് ഒന്നും വന്നിട്ടില്ല. കള്ളം പറയുന്നോടാ. മര്യാദക്ക് നീ എന്റെ മോളെ തന്നു. എന്റെ ജീവന്റെ ജീവനെയാണ് നീ എടുത്തോണ്ട് പോയിരിക്കുന്നത്. മര്യാദക്ക് എന്റെ മോളെത്താ, എല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. എടാ സത്യോടെ ഞാൻ പറയണത്, ഞാൻ കൊണ്ടുപോയിട്ടില്ല. എടാ വണ്ടി എടുക്ക്, എന്റെ മോൾ എവിടെ അയച്ചാ ആ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണം, വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുകയാണ് രഘു. എന്നിട്ട് മോളുള്ള സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ രഘുയുടെ വിചാരം കേട്ടോ. പക്ഷെ മോളെ തട്ടിക്കൊണ്ടുപോയത് അതിലൊന്നും അല്ല കേട്ടോ. വേറെ ഏതോ ഗുണ്ടകളോ അല്ലെങ്കിൽ പിള്ളേരെ പിടുത്തക്കാരുമാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാകാതെ അമ്പിളിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. പൊട്ടി കരയണ്ട. അപ്പൊ ചിലങ്ക സമാധാനിപ്പിക്കേണ്ട, ചേച്ചി ഇങ്ങനെ കരയല്ലേ, രഘുവേട്ടൻ പോയിട്ടുണ്ടല്ലോ, പിന്നെ പോലീസിലൊക്കെ വിവരം അറിയിച്ചു കാണുമായിരിക്കും. മോളെ അധികം ദൂരെയൊന്നും ആർക്കും കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഇത്തിരി പോന്ന മോളെയല്ലേ, അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എല്ലാത്തിനും കാരണക്കാരി ഞാനാണ്. ഞാൻ ഒറ്റൊരുത്തിയായ എല്ലാത്തിനും കാരണക്കാരി. എന്റെ അത്യാഗ്രഹമാണ് എല്ലാത്തിനും കാരണം. ചേച്ചി അങ്ങനൊന്നും പറയല്ലേ. ഇപ്പൊ അതിനൊന്നും കുറ്റപ്പെടുത്തി നിൽക്കാനുള്ള സമയമല്ല. മോളെ കണ്ടെത്തണം. ലച്ചുമോളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നീ ഒന്ന് രഘുവേട്ടനെ വിളിച്ചില്ലെങ്കിൽ? ഞാൻ വിളിച്ചിരുന്നു, ചേട്ടാ ഫോൺ എടുക്കുന്നില്ല. ഈശ്വര, അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പോ അങ്കിളിനൊന്ന് വിളിച്ചു നോക്ക്. ചേച്ചി ഒന്ന് സമാധാനിക്ക്. ഞാനൊരു 10 മിനിറ്റ് ആയിട്ട് ഒന്നും കൂടി വിളിക്കാം. ചേച്ചി വെള്ളം കുടിക്കുക, എനിക്കൊന്നും വേണ്ട. എന്റെ ലച്ചുമോള് വരാതെ ഞാനൊരു ജലപാനം കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പിളി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഇലക്ഷന്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വനിതകളെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തുവാട്ടോ. അപ്പോ എന്താ മെമ്പറെ ഇത്ര പെട്ടെന്നൊരു മീറ്റിംഗ് നടത്തുന്നത് എന്ന് പഴയ വാർഡ് മെമ്പർ ചോദിക്കുമ്പോഴേക്കും പഞ്ചായത്തില് ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഇലക്ഷൻ അടുത്ത് വരുവാണ്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ വനിത ഒരു വാർഡ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വനിതകൾക്ക് മുൻതൂക്കം കൊടുത്തേക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വനിതകളാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വനിതകൾക്ക് വേണ്ടിയിട്ട് വനിതകൾ തന്നെ വാർഡ് മെമ്പറായിട്ട് നിന്നാലോ എന്നൊരു ആലോചന എന്റെ മനസ്സിലുണ്ട്. അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് പറയണം. ഈ പ്രാവശ്യം വനിതകൾ ഭരിക്കട്ടെ എന്ന് പറയണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചിട്ട് വേറെ ആരും മറ്റയാൾ ഭരിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രാവശ്യം വനിതകൾ ഭരിക്കട്ടെ, നല്ല ഉഷിരും തൻ്റെയുള്ള വനിതകൾ തന്നെ ഭരിക്കട്ടെ എന്ന് പറയാണ്. അല്ല അപ്പോ മെമ്പറിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഉണ്ട്. ഇപ്പൊ നമ്മുടെ വാർഡിലെ ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാ എന്റെ മനസ്സിലുള്ളത്. അതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്. ഇത് നമ്മുടെ ഇന്ദ്രനും അനുപമയല്ലേ എന്ന് മറ്റ് സ്ത്രീകൾ ചോദിക്കുമ്പോഴേക്കും, അതെ ഇവര് തന്നെയാണല്ലോ ഇപ്പത്തെ നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ദ്രനോ? നമ്മുടെ ഒരാളായിട്ട് അനുപമേനെ വെക്കാം. അനുവിനെ വെച്ച് കഴിഞ്ഞാൽ അനു ജയിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ അനു ഇപ്പൊ പഴയ അനു അല്ല, നല്ല തണ്ടും തടിയും നല്ല വീറും വാശിയുള്ള അനുപമയാണ്. അതുകൊണ്ട് അനുപമക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഒരു യുവ നേതാവായത് കൊണ്ട് തന്നെ അനുപമക്ക് നല്ല സപ്പോർട്ടും ഉണ്ടാവും. അത് മാത്രമല്ല കുറെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ നാടിനെ കാണിക്കാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു യുവ നായിക തന്നെ നമ്മുടെ മെമ്പറായിട്ട് ഇരിക്കട്ടെ എന്ന് പറയാണ്. അല്ല അപ്പൊ ഒരു എതിർകക്ഷിയായിട്ടൊക്കെ ആരെയാ വെക്കുന്നത്? അത് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയണം. അപ്പൊ അവിടുത്തെ ഒരു ചേച്ചി ഇങ്ങനെ വിചാരിക്കണം, അപ്പൊ ഇവരാണ് മത്സരിക്കാൻ പോണല്ലേ, ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. അനുപമയുടെ അമ്മായിയമ്മേൻ സുശീലയെ വിവരം അറിയിച്ചേ പറ്റൂ എന്ന് പറയാണ്. അപ്പൊ അനുപമ ഈ സംഭവം എന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ വേറൊരു നാട്ടുകാരി നമ്മുടെ സുശീലനെ ഫോണിൽ വിളിക്കുകയാണ്. ഹലോ സുശീല ചേച്ചി എവിടെയാ? ഞാൻ എവിടെയോ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എന്നൊക്കെ ഞാൻ വലിയ ഗാംഭീര്യത്തിൽ പറയാട്ടോ. അതെ അറിഞ്ഞോ പുതിയ വിശേഷം? ഇന്ന് മെമ്പറിന്റെ മീറ്റിങ്ങിന്
വന്നില്ലല്ലോ സുശീല ചേച്ചി. ആ, എന്ത് പറയാനാ, ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു എന്ന് പറയണം. ആ, എങ്കിലേ സുശീല ചേച്ചിക്ക് കണ്ണന്തിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വാർത്ത തന്നെയാണ് സുശീല ചേച്ചിനെ അറിയാൻ പോണത്. അതെന്ത് വാർത്തയാടി? അതോ വേറൊന്നല്ല, മെമ്പറെ തന്നെ തെരഞ്ഞെടുക്കണ സംഭവം. ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാണല്ലോ. അതെ, നമ്മുടെ പഴയ മെമ്പേഴ്സ് തന്നെയാ നിക്കണെന്നൊക്കെ കേട്ടല്ലോ. അല്ല അല്ല, പുതിയ ഒരാളെ നിർത്തുന്നുണ്ട്, യുവനായിക എന്നൊക്കെയാണ് പറഞ്ഞ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതാരാ? നമ്മുടെ ഇപ്പത്തെ നാട്ടില് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആരാ? അനുപമ. അനുപമയോ? ഏതനുപമ? എന്റെ സുശീലേച്ചിയുടെ മരുമകൾ അനുപമ, ഇന്ദ്രന്റെ ഭാര്യ. അവളോ? അതെ, എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. അപ്പൊ അവളത്തെ ഈ കാര്യം പറയാൻ വേണ്ടി നാളെ തന്നെ ആൾക്കാർ അവിടെ വരും. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ചൂടോടെ സുശീലേച്ചിയുടെ ചെവിയിൽ എത്തിച്ചെന്നേ ഉള്ളൂ. അത് കണ്ട് ഫോൺ വെക്കാണ്. അവർക്ക് പിന്നെ ഒരു സമാധാനം ഇട്ട് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, ഗ്യാസ് കയറുന്നു, അങ്ങനത്തെ പല പ്രശ്നങ്ങളും. പെട്ടെന്നാണ് അനുപമ രാത്രി വരുന്നത്. അല്ല അമ്മ എന്താ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നെഞ്ചുവേദന, വയറുവേദന, അങ്ങനത്തെ എന്തെങ്കിലും? ഓ, നീ എന്താ എന്നെ ഒരു അസുഖക്കാരിയൊക്കെ കിടത്താൻ പോകുവാണോ? എന്റെ മരുമകളെ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അമ്മക്ക് എന്ത് പറ്റി? ഒരു ആദ്യ പോലെ? ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അനുപമയാണ് അടുത്ത ഇലക്ഷന് നിൽക്കണമെന്ന് അറിഞ്ഞ സുശീലക്ക് ആകെ വെപ്രാളം വരും കേട്ടോ. ഉറക്കവുമില്ല, ഊണുമില്ല, ഒന്നുമില്ല. ഇത് കാണുന്ന അനുപമയാണെങ്കിൽ ഇന്ദ്രനോട് പറയുന്നുണ്ട്, അതെ, നമ്മുടെ അമ്മക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്തോ കണ്ട് പേടിച്ച പോലെ ആളുടെ നിപ്പും നടപ്പൊക്കെ. ആ, പ്രായമില്ലേ, ചിലപ്പോ അതുകൊണ്ടിട്ടായിരിക്കും എന്ന് പറയുമ്പോ, ഇത് അതുകൊണ്ടിട്ടൊന്നല്ല, ആളുടെ മനസ്സിൽ എന്തോ ഉണ്ട് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ രാത്രി മുഴുവൻ ആലോചിച്ച് സുശീല ഒരു തീരുമാനം എടുക്കാണ്. വേറൊന്നല്ല, അനുപമ ഇലക്ഷന് പങ്കെടുക്കാൻ പോവല്ലേ, എന്തുകൊണ്ട് തനിക്ക് പങ്കെടുത്തൂടാ? താനും ഇന്ന് നിക്കട്ടെ, നാട്ടുകാർക്ക് എത്ര സപ്പോർട്ട് തന്നോടുണ്ടെന്ന് അറിയാലോ. പിന്നെ എങ്ങാനും ജയിക്കുകയാണെങ്കിൽ അനുപമയുടെ മുമ്പിൽ ജയിച്ചൊന്നുമായി ഇതിന്റെ പേരിൽ കുറെ ലക്ഷങ്ങൾ വാരുകയും ചെയ്യാം. കൊള്ളാം, നല്ല പണി തന്നെയാണിത്. എന്തായാലും ഒന്ന് ഇന്ന് നോക്കാം എന്ന് മോളോട് പറയുമ്പോ മോള് പറയണ്ട, അയ്യേ അമ്മക്ക് നാണൂല്ലേ, അമ്മേ അനുപമയുടെ മുമ്പിൽ ജയിക്കാനൊന്നും അമ്മക്ക് സാധിക്കില്ല. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അനുപമ ഈ നാട്ടിൽ വന്ന മുമ്പേ ഞാനായിരുന്നു ഈ നാട്ടിലുണ്ടായത്, നിനക്കറിയാലോ. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് അമ്മ നിക്കണ്ടെന്ന്. തോറ്റുകാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ പോടി, ഞാൻ നിൽക്കും. പിന്നെ ഈ പ്രാവശ്യം വനിതകളാ നിക്കണത്, എനിക്ക് നിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സുശീൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ അനുഭവം നിൽക്കുമ്പോൾ അനുഭവം തന്നെ ജയിക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ രഘുവാണെന്നുണ്ടെങ്കിൽ ലച്ചുമോളെ അന്വേഷിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു 3 ഭാഗങ്ങൾ മാത്രമേ ഇന്നത്തെ പ്രൊമോയില് കാണിച്ചിട്ടുള്ളൂ. എപ്പിസോഡ് നേരത്തെ വരുവാണെങ്കിൽ ഫ്രഷ് എപ്പിസോഡ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പ്രൊമോയില് അനുപമ നിൽക്കുമെന്ന് പറഞ്ഞത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, നിന്നിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അനുപമനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെല്ലാം തന്നെ സുശീലിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. എന്തായാലും അമ്മായിയമ്മയും മരുമകളും തമ്മിൽ നല്ല പൊരിഞ്ഞ വഴക്ക് തന്നെ ഉണ്ടാവും. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ വരാം. ബൈ.